ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാനേജറൽ ആപ്ലിക്കേഷൻ ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് ആണ്. മാർജിനൽ കോസ്റ്റിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. ഇറ്റ്സ് എ ടെക്നിക് ഓഫ് കോസ്റ്റിംഗ്. കോസ്റ്റിങ്ങിൻ്റെ ടെക്നിക്കാണ്. ടെക്നിക്കിൽ എന്താണ് ചെയ്യുന്നത്? ഇൻ ടെക്നിക് techniques will help us to control cost and reduce cost and to make important managerial decisions. പ്രധാനപ്പെട്ട കുറേ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയാണ് നമ്മളെപ്പോഴും മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്ക് അപ്ലൈ ചെയ്യുന്നത്. പ്രധാനപ്പെട്ട ഡിസിഷൻസ് ഒന്ന് പറഞ്ഞേക്കാം ഏതൊക്കെയാണ്. വൺ ഇസ് പ്രൈസിങ് ഡിസിഷൻ, അതായത് പ്രൈസ് ഫിക്സ് ചെയ്യും. സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് മാർജിനൽ കോസ്റ്റിംഗ്. പിന്നീട് വേറെ ഒരു യൂസ് എന്ന് പറയുന്നത് മേക്ക് ഓർ ബൈ ഡിസിഷൻ. അത് നമ്മൾ മാനുഫാക്ചർ ചെയ്യണോ അതോ പുറത്തുനിന്ന് വാങ്ങി വെച്ച് വിറ്റാൽ മതിയോ, ഏതാണ് നമുക്ക് ലാഭം എന്ന് നോക്കിയിട്ട് ഡിസിഷൻ എടുക്കും. അവിടെയും നമ്മൾ മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്കാണ് അപ്ലൈ ചെയ്യുന്നത്. പിന്നീട് സെലക്ഷൻ ഓഫ് പ്രോഫിറ്റബിൾ സെയിൽസ് മിക്സ്, അതായത് നമ്മളിപ്പോൾ രണ്ട് പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, എയും ബി എന്ന് പറയുന്ന പ്രോഡക്ട്സ്. അപ്പോൾ രണ്ടും കൂടെ ചേർത്ത് നമുക്ക് 600 യൂണിറ്റ്സേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വെച്ചോ. അപ്പം ഇതിൽ എ എത്ര യൂണിറ്റ്സ്, രണ്ടും കൂടെ ചേർത്ത് 600 യൂണിറ്റ്സ്. അപ്പോൾ എ എത്ര യൂണിറ്റ്സ്, ബി എത്ര യൂണിറ്റ്സ്, ഒന്നേ നമുക്ക് ഈക്വലായിട്ട് 300 വെച്ച് പ്രൊഡ്യൂസ് ചെയ്യണോ, അതോ ഒരെണ്ണം 400ഉം മറ്റൊരെണ്ണം 200 വെച്ചാണോ, അതോ എ 200 ബി 400 ആണോ, അതോ ബി 400 എ 200 ആണോ, ഏതാണ് നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് തോന്നുക, അത് ഡിസൈഡ് ചെയ്യണമെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ടെക്നിക്കാണ് മാർജിനൽ കോസ്റ്റിംഗ്. നെക്സ്റ്റ് ഇസ് പ്രോബ്ലം ഓഫ് കീ ഓർ ലിമിറ്റിംഗ് ഫാക്ടർ. ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രൊഡക്ഷനെ എന്തൊക്കെയോ ഫാക്ടേഴ്സ് ലിമിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം വി ഡോണ്ട് ഹാവ് ഇനഫ് റോ മെറ്റീരിയൽ ഓർ വി ഡോണ്ട് ഹാവ് ഇനഫ് ലേബേഴ്സ് ടു ക്യാരി ഓൺ അവർ പ്രൊഡക്ഷൻ. അല്ലാന്നുണ്ടെങ്കിൽ സെയിൽസ് ആവാം നമ്മുടെ ലിമിറ്റിംഗ് ഫാക്ടർ. നമുക്ക് റോ മെറ്റീരിയലും ലേബേഴ്സും എല്ലാം ഉണ്ട്, പക്ഷേ വി ഡോണ്ട് ഹാവ് ഡിമാൻഡ്. അപ്പോൾ അവിടെ സെയിൽസ് ആണ് ലിമിറ്റിംഗ് ഫാക്ടർ. എന്തെങ്കിലും ഒരു ലിമിറ്റിംഗ് ഫാക്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ചിലപ്പോൾ നമ്മൾ 4 പ്രോഡക്റ്റ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും, നമുക്ക് പക്ഷേ ഇനഫ് റോ മെറ്റീരിയൽ കാണില്ല, അല്ലെങ്കിൽ ഇനഫ് ലേബർ അവേഴ്സ് കാണില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് നമ്മുടെ കയ്യിലുള്ള ലിമിറ്റഡ് ലേബർ അവേഴ്സ് വെച്ച് പ്രൊഡ്യൂസ് ചെയ്യണം. എന്നിട്ട് ബാക്കി പ്രോഫിറ്റ് തരാത്ത പ്രോഡക്ട്സിനെ നമ്മൾ പതുക്കെ മാറ്റി വെക്കണം. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ലിമിറ്റിംഗ് ഫാക്ടർ ഉണ്ടെങ്കിൽ ഏത് പ്രോഡക്റ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് തീരുമാനിക്കാൻ നമുക്ക് മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഇസ് അക്സെപ്റ്റൻസ് ഓഫ് സ്പെഷ്യൽ ഓർഡർ അറ്റ് ലോവർ പ്രൈസ്. അതായത് നമുക്ക് പുതിയൊരു സപ്ലയർ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ഫോറിൻ ഓർഡറൊക്കെ കിട്ടുന്നു, പക്ഷേ കറൻ്റ്ലി നമ്മൾ ആ പ്രോഡക്റ്റ് വിൽക്കുന്ന പ്രൈസിനെക്കാട്ടി താഴ്ന്ന ഒരു പ്രൈസാണ് ഇവർ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ആ ഓർഡർ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കണം. കാരണം നമ്മളിപ്പോൾ കറണ്ട് മാർക്കറ്റിൽ നമ്മളൊരു പ്രോഡക്റ്റ് 80 രൂപയ്ക്കാണ് വിൽക്കുന്നത്, പക്ഷേ ഈ ഫോറിൻ സപ്ലയർ അല്ലെങ്കിൽ ഈ ന്യൂ സപ്ലയർ നമ്മളോട്, അല്ലെങ്കിൽ ന്യൂ ബയർ നമ്മളോട്, സപ്ലയർ അല്ല ബയർ നമ്മളോട് ചോദിക്കുന്നു, ക്യാൻ യു ഗിവ് ഇറ്റ് ഫോർ 50 rupees. അപ്പോൾ അത് ആ ഓർഡർ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ നമുക്ക് ഏത് ടെക്നിക്ക് യൂസ് ചെയ്യാം? മാർജിനൽ കോസ്റ്റിംഗ്. നെക്സ്റ്റ് ഇസ് ഫോർ പ്ലാനിങ് ദ പ്രോഫിറ്റ് വി ക്യാൻ അപ്ലൈ മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്. ദെൻ ചേഞ്ചസ് ഇൻ സെയിൽസ് പ്രൈസ്, ദെൻ ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ, അതായത് മാനുവൽ വേണോ അതോ മെക്കനൈസ്ഡ് പ്രൊഡക്ഷൻ വേണോ എന്നൊക്കെ തീരുമാനിക്കാം. പിന്നീട് ഒപ്റ്റിമം ലെവൽ ഓഫ് ആക്ടിവിറ്റി, അതായത് നമ്മുടെ ഫേമിന് ഒരു 2 lakh യൂണിറ്റ്സ് പെർ ഡേ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണം? വെദർ വി നീഡ് ടു പ്രൊഡ്യൂസ് 1 lakh യൂണിറ്റ്സ് ഓർ 1,25,000 ഓർ 1,80,000, അതൊക്കെ ഡിസൈഡ് ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? ഡിറ്റർമിനേഷൻ ഓഫ് ഒപ്റ്റിമം ലെവൽ ഓഫ് ആക്ടിവിറ്റി. നെക്സ്റ്റ് ഇസ് ഓപ്പറേറ്റ് ഓർ ഷട്ട് ഡൗൺ ഡിസിഷൻ. അപ്പോൾ അതായത് നമ്മൾ കുറേ പ്രോഡക്റ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റേ ഉള്ളെങ്കിൽ തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണോ? ഇപ്പം തന്നെ നമ്മൾ കേൾക്കുന്നതാണ് പിന്നെ ക്രൂഡ് ഓയിലിൻ്റെയൊക്കെ വില വളരെ താഴ്ന്നു പോകുന്നു. എന്തുകൊണ്ടാണ്? അവർക്കത് അതിന് ഡിമാൻഡ് ഇല്ലാതെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണോ, ഷട്ട് ഡൗൺ ചെയ്യണോ? ഈ ക്രൂഡ് ഓയിലിനെയൊക്കെ സംബന്ധിച്ചിട്ട് ഷട്ട് ഡൗൺ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഷട്ട് ഡൗൺ ചെയ്താൽ പിന്നീട് അത് വീണ്ടും ഓപ്പറേഷണൽ കണ്ടീഷനിലാക്കണമെങ്കിൽ ഇതിലും കൂടുതൽ കോസ്റ്റ് അവർ ഇൻകർ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഈ നെഗറ്റീവ് പ്രൈസിങ്ങിലോട്ടൊക്കെ പോകുന്നത്. അപ്പോൾ ചില പ്രോഡക്ട്സ് നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഷട്ട് ഡൗൺ ചെയ്യാം. അതാണ് ഓപ്പറേറ്റ് ഓർ ഷട്ട് ഡൗൺ ഡിസിഷൻ. ഓപ്പറേറ്റ് ചെയ്യണോ, അതായത് ക്രൂഡ് ഓയിലിൻ്റെ കേസിൽ അവർക്ക് ഷട്ട് ഡൗൺ ചെയ്യാൻ പറ്റില്ല, ഓപ്പറേറ്റ് ചെയ്തേ പറ്റൂ. അപ്പോൾ ഓപ്പറേറ്റ് ചെയ്യണോ ഷട്ട് ഡൗൺ ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയുള്ള ഡിസിഷനും മാർജിനൽ കോസ്റ്റിംഗ് വഴി ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് ലാസ്റ്റ് വൺ, സെലക്ഷൻ ഓഫ് പ്രോജക്ട്സ് ഇൻ കണ്ടീഷൻ ഓഫ് ബൂം ഓർ ഡിപ്രഷൻ. അതായത് ബൂം സമയത്ത് നമ്മൾ എത്രമാത്രം പ്രൊഡ്യൂസ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ ഡിപ്രഷനാണ് ഫേസ് ചെയ്യുന്നതെങ്കിൽ ഏത് രീതിയിലായിരിക്കും പ്രൊഡക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഇതെല്ലാമാണ് നമ്മൾ മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്ക് യൂസ് ചെയ്തെടുക്കുന്ന ഡിസിഷൻസ്. അപ്പോൾ ഇതിൽ എല്ലാ
പ്രോബ്ലംസ് ഒന്നും ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. സാധാരണ എക്സാമിന് ചോദിക്കുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ്, കുറേ ആസ്പെക്ട്സ് ഡിസ്കസ് ചെയ്യാം. ബാക്കി തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഡിസിഷൻ തന്നെ എടുക്കാം. പ്രൈസിങ് ഡിസിഷൻ എന്തുവാ? ജസ്റ്റ് ഫിക്സിങ് ദി സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിസിഷനാണ്, അല്ലെങ്കിൽ ടെക്നിക്കാണ്, മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്കാണ് പ്രൈസിങ് ഡിസിഷൻ. അപ്പോൾ പ്രൈസിങ് ഡിസിഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് വൺ ഓഫ് ദി മെയിൻ പർപ്പസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ഇസ് അസർട്ടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ് ഫോർ ഫിക്സേഷൻ. ഫസ്റ്റ് വി വിൽ അസർട്ടൈൻ ദ കോസ്റ്റ്. അത് കഴിഞ്ഞ് കോസ്റ്റ് കണ്ടുപിടിച്ചതിന് ശേഷമാണ് എന്ത് ഫിക്സ് ചെയ്യുന്നത്? സെല്ലിംഗ് പ്രൈസ്. കോസ്റ്റിൻ്റെ കൂടെ എന്തും കൂടെ ആഡ് ചെയ്യും, പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്ത് നമ്മൾ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യും. അപ്പം ഇതൊരു എന്താണ്, ഒരു വൺ ഓഫ് ദി മെയിൻ പ്രോബ്ലം എന്ന് തന്നെ പറയാം. കാരണം നമ്മൾ കോമ്പറ്റീറ്റേഴ്സിനെ കൺസിഡർ ചെയ്യണം, എക്കണോമിക് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം, ഇങ്ങനെ കുറേ ആസ്പെക്ട്സ് കൺസിഡർ ചെയ്തുകൊണ്ടാണ് എന്ത് ഡിസിഷൻ എടുക്കുന്നത്? പ്രൈസിങ് ഡിസിഷൻ എടുക്കുന്നത്. നോർമൽ കണ്ടീഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഇസ് ബേസ്ഡ് ഓൺ ഫുൾ കോസ്റ്റ് ആൻഡ് എ സർട്ടൻ ഡിസൈർഡ് മാർജിൻ ഓഫ് പ്രോഫിറ്റ് ഇസ് ആഡഡ് ടു ഇറ്റ്. അതായത് നമുക്കുണ്ടാവുന്ന കോസ്റ്റിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്താൽ മതി? നമുക്ക് വേണ്ടുന്ന പ്രോഫിറ്റ് മാർജിൻ, അത് കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൈസൊക്കെ നോക്കിയിട്ട് ഫിക്സ് ചെയ്താൽ മതി. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കോസ്റ്റ് കണ്ടുപിടിക്കുക, മറ്റുള്ളവർക്കൊക്കെ ആവുന്ന പോലെ രീതിയിലൊരു കോസ്റ്റേ ആവാൻ പാടുള്ളൂ. അതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തോണം. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു പ്രോഫിറ്റ് മാർജിനും ആഡ് ചെയ്ത് എളുപ്പമാണ് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാം. പക്ഷേ ഏതെങ്കിലും ഒരു അബ്നോർമൽ സർക്കംസ്റ്റൻസസ് ഒക്കെ വരാൻ നേരം നമുക്ക് ഇത് ഡിഫിക്കൽട്ടായിട്ട് ഫേസ് ചെയ്യും. നമ്മളിപ്പോൾ തന്നെ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻ എല്ലാത്തിനും ഡിമാൻഡ് കുറവാണല്ലേ. അപ്പോൾ ആ കേസിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പണ്ട് വെക്കുന്നതിനെക്കാട്ടി പ്രോഡക്റ്റിൻ്റെ പ്രൈസ് താത്ത് വെക്കേണ്ടി വരും. അപ്പോൾ എത്ര രൂപ താത്ത് വേണം നമ്മളതിനെ ഫിക്സ് ചെയ്യാൻ എന്നൊക്കെ തീരുമാനിക്കാനാണ് മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷനിൽ ഒത്തിരിയും പ്രോഡക്ട്സിൻ്റെ പ്രൈസ് കുറയ്ക്കേണ്ടി വരും. കാരണം അവരുടെ കയ്യിൽ ധാരാളം സ്റ്റോക്ക് ഉണ്ട്, അത് വിറ്റഴിക്കുമ്പോൾ പണ്ട് വിൽക്കുന്ന പ്രൈസിന് വിൽക്കാൻ നിന്നാൽ ഇപ്പോൾ ആരില്ല, കൺസ്യൂമേഴ്സ് ഇല്ല, ഡിമാൻഡ് കുറവല്ലേ. അപ്പോൾ ആ സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് പ്രൈസിനെ ഫിക്സ് ചെയ്യുന്നത്? അപ്പോൾ പ്രൈസ് ഫിക്സ് ചെയ്യാൻ നേരം എപ്പോഴും ഓർത്തിരിക്കണം എങ്ങനെയാണ് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. നമുക്കറിയാം കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. അപ്പോൾ അതെല്ലാ സാഹചര്യത്തിലും പറ്റണം എന്നില്ല. അപ്പോൾ ഇതേപോലുള്ള പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ ഓർക്കേണ്ട കാര്യം, നമുക്ക് എന്ത് കവർ ചെയ്ത് കിട്ടണം? നമ്മുടെ വേരിയബിൾ കോസ്റ്റ് എന്തുവാണെങ്കിലും കവർ ചെയ്ത് കിട്ടിയിരിക്കണം. കാരണം ഫിക്സ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്താലും ഇല്ലെങ്കിലും നമ്മൾ ഏത് കോസ്റ്റ് കൊടുക്കേണ്ടി വരും? ഫിക്സ് കോസ്റ്റ് കൊടുക്കേണ്ടി വരും. അപ്പം നമ്മൾ എപ്പോഴും മാർജിനൽ കോസ്റ്റിങ്ങിൽ നമ്മൾ സ്ട്രെസ്സ് കൊടുക്കേണ്ട, അല്ലെങ്കിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് വേരിയബിൾ കോസ്റ്റിനെയാണ്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് വിൽ ബി, ഇങ്ങനെയുള്ള സർക്കംസ്റ്റൻസിൽ നമ്മൾ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: വേരിയബിൾ കോസ്റ്റ് പ്ലസ് കോൺട്രിബ്യൂഷൻ. വേരിയബിൾ കോസ്റ്റും കോൺട്രിബ്യൂഷനും കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അത് മറക്കല്. ഇതേപോലുള്ള പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതേപോലുള്ള സെല്ലിംഗ് പ്രൈസ് വിൽ ബി ഫിക്സ് ലൈക്ക് ദിസ്. സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു വേരിയബിൾ കോസ്റ്റ്, എന്തായാലും നമ്മൾ ചിലവാക്കിയത്, ആ പ്രോഡക്റ്റിന് ഇൻകർ ചെയ്ത് അതും പിന്നീട് എന്തും റിക്കവർ ചെയ്യാൻ നോക്കണം, എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷനും കൂടെ. ചില സാഹചര്യങ്ങളിൽ എന്തുമാത്രം റിക്കവർ ചെയ്യാനേ പറ്റൂ, കോൺട്രിബ്യൂഷൻ ഒന്നും കിട്ടണമെന്നില്ല. അറ്റ്ലീസ്റ്റ് വേരിയബിൾ കോസ്റ്റ് എങ്കിലും റിക്കവർ ചെയ്ത് കിട്ടുമെങ്കിൽ അതിന് ശ്രമിക്കുക. ആ രീതിയിൽ സെല്ലിംഗ് പ്രൈസിനെ ഫിക്സ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇങ്ങനെയാണ് പ്രൈസിങ് ഡിസിഷൻ എടുക്കുന്നത്. പ്രൈസിങ് ഡിസിഷൻ വരുന്ന സാഹചര്യങ്ങളെന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് ഒന്ന് വായിച്ച് പൊക്കോണേ. പ്രൈസിങ് ഡിസിഷൻ്റെ ഇത് സാധാരണ ഒരു പുതിയ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നേരം ആണ് പ്രൈസിങ് ഡിസിഷൻ എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു വെൻ വി ആർ ഗോയിങ് ടു എക്സ്പ്ലോർ എ ഫോറിൻ മാർക്കറ്റ്. അപ്പോൾ നമ്മൾ വേറൊരു രീതിയിലായിരിക്കും പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ആദ്യം മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യണ്ടേ. അപ്പോൾ ആ രീതിയിൽ എത്ര രൂപയ്ക്ക് വിറ്റാൽ മുതലാമെന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. നമ്മുടെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് പോപ്പുലറൈസ് ചെയ്യാൻ വേണ്ടി. ദെൻ ടു എലിമിനേറ്റ് എ കോമ്പറ്റീറ്റർ ഫ്രം ദി മാർക്കറ്റ്. കാരണം ആ മാർക്കറ്റ് നമുക്കൊരു കോമ്പറ്റീറ്റർ ഉണ്ട്, അയാളുടെ പ്രൈസിനെക്കാട്ടി കോമ്പീറ്റിംഗ് ആയിട്ടുള്ളൊരു പ്രൈസ് ഫിക്സ് ചെയ്യണം. അതെങ്ങനെ ഫിക്സ് ചെയ്യും? പക്ഷെ നമുക്ക് നഷ്ടം വരാത്ത രീതിയിൽ. ദെൻ ഡിസ്പോസ് ഓഫ് പ്രോഡക്ട്സ് ഓഫ് പെരിഷബിൾ നേച്ചറായിട്ടുള്ള പ്രോഡക്ട്സ് ഒക്കെ പെട്ടെന്ന് വിറ്റഴിക്കാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ പ്രൈസ് കുറയ്ക്കേണ്ടി വരും. ദെൻ ടു ഡിസ്പോസ് ഓഫ് സർപ്ലസ് സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലാണ് എന്ത് ഫിക്സ് ചെയ്യേണ്ടി വരുന്നത്? പ്രൈസ് ഫിക്സ് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, ഇനി ഈ പ്രൈസ് ഫിക്സേഷൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. മനസ്സിൽ ഓർമ്മ വരേണ്ട ഒരു കാര്യം തന്നെ, പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് സാധാരണ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണ്? കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. ബട്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പ്രൈസ് ഫിക്സ് ചെയ്യാൻ നേരം നിങ്ങൾ ഓർക്കേണ്ട കാര്യം, അറ്റ്ലീസ്റ്റ് നമ്മുടെ വേരിയബിൾ കോസ്റ്റ് എങ്കിലും നമ്മൾ കവർ ചെയ്ത് എടുക്കണം. വേരിയബിൾ കോസ്റ്റും കുറച്ച് കോൺട്രിബ്യൂഷനും കൂടെ കിട്ടുന്ന രീതിയിലായിരിക്കണം. എന്ത് പ്രോഫിറ്റ് കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല, കാരണം നമ്മൾ അതുപോലൊരു സിറ്റുവേഷൻ ആയിരിക്കും ഫേസ് ചെയ്യുന്നത്. ഒന്നീ മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യാൻ നമ്മൾ വേറെ എന്തെങ്കിലും സാക്രിഫൈസ് ചെയ്തേ പറ്റൂ. അപ്പോൾ ആ രീതിയിൽ വേണം ചിന്തിക്കാൻ. സോ സെല്ലിംഗ് പ്രൈസ് വിൽ ബി
വേരിയബിൾ കോസ്റ്റ് പ്ലസ് കോൺട്രിബ്യൂഷൻ. വേരിയബിൾ കോസ്റ്റും കവർ ചെയ്തെടുക്കുക, പിന്നീട് എന്തെങ്കിലും കുറച്ച് കോൺട്രിബ്യൂഷൻ കിട്ടുവാണെങ്കിൽ അതും കൂടെ കവർ ചെയ്തെടുക്കുക. ഈ ഒരു ആസ്പെക്റ്റിലാണ് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ഇനി ഒരു പ്രോബ്ലം നോക്കാം. ഓക്കെ, പ്രോബ്ലം ഇതാണ്. നിങ്ങൾ ഫോളോ ചെയ്യുന്നത് ടെക്സ്റ്റ് ബുക്ക് KGC ടെക്സ്റ്റ് ബുക്ക് ആണെന്നുണ്ടെങ്കിൽ അത് റെഫർ ചെയ്യുക. ഓക്കെ, പ്രൈസിങ് ഡിസിഷൻ്റെ ഒരു പ്രോബ്ലമാണ്. എ കമ്പനി എസ്റ്റിമേറ്റ്സ് വേരിയബിൾ കോസ്റ്റ് ടു ബി ₹30 per unit ആൻഡ് ഫിക്സ് കോസ്റ്റ് ടു ബി 3 lakh per year. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് ഒരു യൂണിറ്റിൻ്റെയാണ് തന്നേക്കുന്നത്. അതറിയാലോ, വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് മാറുന്നതനുസരിച്ച് അല്ലെങ്കിൽ കൂടുന്നതനുസരിച്ച് വേരിയബിൾ കോസ്റ്റ് മാറിക്കൊണ്ടേയിരിക്കും. ഫിക്സ് കോസ്റ്റ് എന്ന് പറഞ്ഞാലോ ഇറ്റ് റിമെയിൻസ് ഫിക്സ്ഡ്. റെൻറ്റ്, ദെൻ സൂപ്പർവൈസേഴ്സ് സാലറി, ഇതൊക്കെയാണ് ഫിക്സ് കോസ്റ്റിൽ വരുന്നത്. വേരിയബിൾ കോസ്റ്റിൽ വരുന്ന മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കും നമ്പർ ഓഫ് യൂണിറ്റ്സ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച്. പിന്നീട് പറയുന്നത് പ്ലാൻ കപ്പാസിറ്റി ഈസ് സെറ്റ് അറ്റ് 20,000 units per year. അതായത് നമുക്ക് ഒരു വർഷം 20,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഒന്നി അതിൽ കുറവ് പ്രൊഡ്യൂസ് ചെയ്യുക, കാരണം ഡിമാൻഡ് അല്ലെങ്കിൽ അതിൽ കുറവല്ലേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. എനിവേ മാക്സിമം വി ക്യാൻ പ്രൊഡ്യൂസ് 20,000 units per year. It is estimated that 10,000 units can be sold at a price of ₹100. ഇപ്പോൾ അവർ വിറ്റുകൊണ്ടിരിക്കുന്നത് അവർ 10,000 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്ത് വിൽക്കുന്നത്. 100 വിൽ ബി ദി സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ ഇതാണ് ഒരു ഇൻഫർമേഷൻ തന്നിരിക്കുന്നത്. ഇനി പറഞ്ഞിരിക്കുന്നത് at what price would the sales of 20,000 units yield the same amount of profit that company has been realizing on the sale of 10,000 units at ₹100 each. അതായത് ഇവർ അറ്റ് പ്രസൻറ്റ് 10,000 യൂണിറ്റ്സ് ആണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. 100 രൂപയ്ക്ക് സെല്ലിംഗ് പ്രൈസ് 100 രൂപ വെച്ച് 10,000 യൂണിറ്റ്സ് ആണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. ഈ 10,000 യൂണിറ്റ് വിൽക്കുന്ന പ്രോഫിറ്റ് തന്നെ മതി ഇവർക്ക് എത്ര യൂണിറ്റ്സ് വിൽക്കുമ്പോൾ 20,000 യൂണിറ്റ്സ് വിൽക്കുമ്പോഴും ഇവർക്ക് വേണ്ടത്. 10,000 യൂണിറ്റ്സ് വിൽക്കുമ്പോൾ എത്ര പ്രോഫിറ്റ് കിട്ടുന്നോ ആ പ്രോഫിറ്റ് തന്നെ മതി 20,000 യൂണിറ്റ് വിൽക്കുമ്പോഴും. എങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്ര ആയിരിക്കണം എന്ന്, അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ 20,000 യൂണിറ്റാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് വിൽക്കുന്നതെങ്കിൽ വാട്ട് വിൽ ബി ദി സെല്ലിംഗ് പ്രൈസ്? സെല്ലിംഗ് പ്രൈസ് എങ്ങനെ ഫിക്സ് ചെയ്യും? യഥാർത്ഥത്തിൽ 10,000 യൂണിറ്റ് വിൽക്കുന്നതിനെക്കാട്ടി പ്രോഫിറ്റ് കൂടുതൽ വേണ്ടത് എപ്പോഴാണ്? 20,000 യൂണിറ്റ് വിൽക്കുമ്പോഴല്ലേ. പക്ഷേ ഇവരുടെ സാഹചര്യം അങ്ങനെയാണ്. ഇവർക്ക് എന്ത് മതി? 10,000 യൂണിറ്റ് വിൽക്കുന്ന പ്രോഫിറ്റൊക്കെ കിട്ടിയാലും മതി 20,000 യൂണിറ്റ് വിൽക്കാൻ നേരം. എങ്കിൽ 20,000 യൂണിറ്റ് വിൽക്കുമ്പോഴുള്ള സെല്ലിംഗ് പ്രൈസ് എത്ര എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും പ്രോഫിറ്റ് സെയിം ആയിരിക്കണം. അപ്പോൾ നമുക്ക് 10,000 യൂണിറ്റിൻ്റെ പ്രോഫിറ്റ് അറിയത്തില്ലല്ലോ. ആദ്യം എന്ത് ചെയ്യണം? ഫസ്റ്റ് യു നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ പ്രോഫിറ്റ് വൈൽ സെല്ലിംഗ് 10,000 യൂണിറ്റ്സ്. 10,000 യൂണിറ്റ്സ് വിൽക്കാൻ നേരമുള്ള പ്രോഫിറ്റ് ആദ്യം കണ്ടുപിടിക്കാം. അത് നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. 10,000 യൂണിറ്റ്സിൻ്റെ പ്രോഫിറ്റ് എങ്ങനെയാണ്? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്, ദെൻ യു വിൽ ഗെറ്റ് കോൺട്രിബ്യൂഷൻ, ദെൻ ഫ്രം ദാറ്റ് യു ഹാവ് ടു ഡിഡക്ട് ഫിക്സ് കോസ്റ്റ്, ദെൻ യു വിൽ ഗെറ്റ് പ്രോഫിറ്റ്. ആദ്യം നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് 10,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്ത് വിൽക്കുമ്പോഴുള്ള പ്രോഫിറ്റ്. അപ്പോൾ അതെങ്ങനെയാണ്? സെയിൽസ് 10,000 യൂണിറ്റ്സ് ആണെങ്കിൽ 10,000 ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് 100 ആണെന്ന് പറഞ്ഞു. ടോട്ടൽ 10 lakh ലെസ് വേരിയബിൾ കോസ്റ്റ്. എത്ര യൂണിറ്റ്സിൻ്റെ വേരിയബിൾ കോസ്റ്റ് മതി? 10,000 യൂണിറ്റ്സ്. വേരിയബിൾ കോസ്റ്റ് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് 30 per unit. So into 30, so the variable cost came to 3 lakh. Then 10 lakh minus 3 lakh equals 7 lakh. That is known as contribution. അതിനെ കോൺട്രിബ്യൂഷൻ എന്ന് പറയും. പിന്നീട് എന്ത് ചെയ്യണം? നമുക്ക് പ്രോഫിറ്റ് ആയില്ല, കോൺട്രിബ്യൂഷനിൽ നിന്ന് ഒരു കോസ്റ്റും കൂടെ ഉണ്ട്. ഏത് കോസ്റ്റാണ്? ഫിക്സഡ് കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. ഇറ്റ് ഇസ് 3 lakh. So you need to deduct that. Then you will get a profit of ₹4 lakh. അപ്പോൾ 10,000 യൂണിറ്റാണ് വിൽക്കുന്നതെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് എത്രയാണ്? പ്രോഫിറ്റ് ഇസ് 4 lakh. ഈ പ്രോഫിറ്റ് തന്നെ മതി അവർക്ക് എത്ര യൂണിറ്റ്സ് വിൽക്കുമ്പോഴും? 20,000 യൂണിറ്റ്സ് വിൽക്കുമ്പോഴും ഈ പ്രോഫിറ്റ് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ വാട്ട് വിൽ ബി ദി സെല്ലിംഗ് പ്രൈസ്? 20,000 യൂണിറ്റ് വിൽക്കുമ്പോൾ എന്തായിരിക്കും സെല്ലിംഗ് പ്രൈസ്? അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു സെല്ലിംഗ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ അതാ ചോദിച്ചിരിക്കുന്നത്. എന്ത് ചെയ്താൽ മതി? ഇങ്ങനെയുള്ള സർക്കംസ്റ്റൻസിൽ മറ്റേ രീതിയിൽ ചിന്തിക്കരുത്. സാധാരണ നോർമൽ ആസ്പെക്റ്റിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റാണ് സെല്ലിംഗ് പ്രൈസ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. എന്ത് മതി? കാരണം 20,000 യൂണിറ്റ് വിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ 10,000 യൂണിറ്റ് വിൽക്കുന്നതിനെക്കാട്ടി പ്രോഫിറ്റാണ് കിട്ടേണ്ടത്. പക്ഷേ ഇവർക്ക് എന്തോ ഒരു ഇപ്പോഴത്തെ കണ്ടീഷനിൽ ആ രീതിയിൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ദേ നീഡ് ടു റിക്കവർ വേരിയബിൾ കോസ്റ്റും തിരിച്ചു കിട്ടണം, പിന്നീട് കുറച്ച് കോൺട്രിബ്യൂഷനും കൂടെ കിട്ടണം. സോ ദ സെല്ലിംഗ് പ്രൈസ് വിൽ ബി വേരിയബിൾ കോസ്റ്റ് പ്ലസ് കോൺട്രിബ്യൂഷൻ. ഇതാണ് സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, അപ്പോൾ നോക്കാം. വേരിയബിൾ കോസ്റ്റ് എത്രയാണ്? കോൺട്രിബ്യൂഷൻ എത്രയാണ്? അതായത് 20,000 യൂണിറ്റ് വിൽക്കുമ്പോഴുള്ള കോൺട്രിബ്യൂഷൻ എത്ര തന്നെ? വേരിയബിൾ കോസ്റ്റ് എത്ര ആയിരിക്കും? വേരിയബിൾ കോസ്റ്റിന് മാറ്റമൊന്നും പറയുന്നില്ലല്ലോ. വേരിയബിൾ കോസ്റ്റ് പഴയത് തന്നെ. എത്ര? വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്.
ടോട്ടൽ വേരിയബിൾ കോസ്റ്റാണ് വേരി ചെയ്യുന്നത്. പെർ യൂണിറ്റ് വേരിയബിൾ കോസ്റ്റ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ 20,000 വെക്കുമ്പോഴും പെർ യൂണിറ്റ് കോസ്റ്റ് എത്ര തന്നെ 30. പക്ഷേ എന്ത് നമ്മുടെ കയ്യിലില്ല? കോൺട്രിബ്യൂഷൻ. ഈ 10,000ൻ്റെ കോൺട്രിബ്യൂഷൻ എടുക്കാൻ പറ്റില്ല. കാരണം ഇത് 10,000ൻ്റെ കോൺട്രിബ്യൂഷനല്ല. നമുക്ക് വേണ്ട എത്രൻ്റെ കോൺട്രിബ്യൂഷനാണ്? 20,000ൻ്റെ കോൺട്രിബ്യൂഷൻ. അപ്പോൾ ഈ കോൺട്രിബ്യൂഷൻ എടുക്കാൻ പറ്റില്ല, കാരണം സെല്ലിംഗ് പ്രൈസിൽ മാറ്റം ഉണ്ടെന്നും പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് യു നീഡ് ടു കാൽക്കുലേറ്റ് കോൺട്രിബ്യൂഷൻ. എങ്ങനെ കണ്ടുപിടിക്കും കോൺട്രിബ്യൂഷൻ? ഹൗ ടു ഫൈൻഡ് കോൺട്രിബ്യൂഷൻ? അതാണ് ഇനി അടുത്ത പ്രോബ്ലം. എങ്കിലേ 20,000 യൂണിറ്റ്സിൻ്റെ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതിനൊരു ഒരു ഫോമുല നിങ്ങൾക്ക് അറിയാമായിരുന്നു, നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പമാർഗ്ഗം എന്ത് ചെയ്താൽ മതി? കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്കിത് ചെയ്താൽ മതി. ഒരു ഫോമുല നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. കോൺട്രിബ്യൂഷൻ ഈക്വൽസ് എന്ത് ചെയ്താൽ മതി? ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കോൺട്രിബ്യൂഷൻ കിട്ടും. 20,000 യൂണിറ്റ് അയക്കുമ്പോൾ ഫിക്സ് കോസ്റ്റ് എത്ര ആയിരിക്കും? ഫിക്സ് കോസ്റ്റ് മാറ്റമില്ല. എത്ര യൂണിറ്റ്സ് ആണെങ്കിലും ഫിക്സ് കോസ്റ്റ് വിൽ റിമെയിൻ കോൺസ്റ്റൻറ്റ് അപ് ടു എ സർട്ടൻ പോയിന്റ്. ഇപ്പോൾ ഫിക്സ് കോസ്റ്റ് ഈ ക്വസ്റ്റ്യനിൽ എത്ര തന്നിരുന്നത്? ഇറ്റ് ഈസ് ഗിവൻ ആസ് 3 lakh. അപ്പം ഫിക്സ് കോസ്റ്റ് 3 lakh ആണ്. ഓക്കെ, 3 lakh പ്ലസ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് എത്ര തന്നെയാണെന്ന് പറഞ്ഞ് 20,000 യൂണിറ്റ് വിൽക്കുമ്പോഴും നമുക്ക് ഏത് പ്രോഫിറ്റ് തന്നെ കിട്ടിയാൽ മതി? 10,000 യൂണിറ്റ് വിൽക്കുന്ന പ്രോഫിറ്റ് തന്നെ കിട്ടിയാൽ മതി. സോ 3 lakh പ്ലസ് 10,000 യൂണിറ്റ് വിൽക്കുന്ന പ്രോഫിറ്റ് എത്ര? 4 lakh. അപ്പോൾ കോൺട്രിബ്യൂഷൻ കിട്ടിയില്ലേ? എത്ര വരും? 3 lakh പ്ലസ് 4 lakh, ദാറ്റ് ഇസ് 7 lakh. ഞാൻ 7L എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ 3L എന്നും ഇവിടെ 4L എന്നും. ഓക്കെ, അപ്പോൾ കോൺട്രിബ്യൂഷൻ നമുക്ക് കിട്ടി. ഇനിയിപ്പോൾ ചെയ്തുകൂടെയോ? സോ വാട്ട് വി ഹാവ് ടു ഡു നൗ ഇസ് ഫൈൻഡ് ദി കോൺട്രിബ്യൂഷൻ. ഇനി ഞാൻ ഈ പറഞ്ഞ പോലെ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കുക. ഇവിടെ നോക്കിയാൽ ഫിക്സ് കോസ്റ്റ് 3 lakh പ്ലസ് പ്രോഫിറ്റ് 4 lakh, then we got contribution. ഇതെന്ന് പറഞ്ഞാൽ കോൺട്രിബ്യൂഷൻ ഫോർ ഹൗ മെനി യൂണിറ്റ്സ്? കോൺട്രിബ്യൂഷൻ ഫോർ 20,000 യൂണിറ്റ്സ്. നമുക്ക് വേണ്ടത് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുക. സെല്ലിംഗ് പ്രൈസിൻ്റെ ഫോമുല എങ്ങനെയാണെന്ന് പറഞ്ഞ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് പ്ലസ് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് നമുക്കറിയാം 30 തന്നെയാണ്. പിന്നീട് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഇപ്പോൾ നമുക്ക് ടോട്ടൽ കോൺട്രിബ്യൂഷൻ കിട്ടി. അത് എത്രയാണ്? 7 lakh ഡിവൈഡഡ് ബൈ അത് എത്ര യൂണിറ്റ്സിന്? 20,000 യൂണിറ്റ്സിന്. സോ കോൺട്രിബ്യൂഷൻ ഫോർ 1 യൂണിറ്റ് കെയിം ടു 35. അതായത് 20,000 യൂണിറ്റ് വിൽക്കുമ്പോഴുള്ള കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് 35 ആയി. സോ അവർ സെല്ലിംഗ് പ്രൈസ് വിൽ ബി 30 വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് പ്ലസ് 35, ദാറ്റ് ഇസ് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഈക്വൽ 65. അപ്പോൾ എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്? ഹെൻ സെല്ലിംഗ് പ്രൈസസ് ₹65. അപ്പോൾ ഓർത്തോണം, 10,000 യൂണിറ്റ്സ് വിറ്റ സമയത്ത് നമ്മൾ എത്ര രൂപയ്ക്കായിരുന്നു വിറ്റുകൊണ്ടിരുന്നത്? 100 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്ന പ്രോഡക്റ്റാണ്. ഇപ്പോൾ എത്ര രൂപയ്ക്കേ വിൽക്കുന്നുള്ളൂ? 65. ഒന്നീ മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ഡിമാൻഡ് ഇല്ലാതെ വന്നുകൊണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ റീസൺ കൊണ്ടാണ് നമ്മൾ ഈ സെല്ലിംഗ് പ്രൈസിനെ റെഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഒരു ഐഡിയ കിട്ടിയല്ലോ. അപ്പോൾ പ്രൈസിങ് ഡിസിഷനിൽ എങ്ങനെയാണ് സാധാരണ എന്തെങ്കിലും ഒരു സർക്കംസ്റ്റൻസ് വരുമ്പോൾ നമുക്ക് എന്തുമാത്രം റിക്കവർ ചെയ്യാൻ നോക്കണം? വേരിയബിൾ കോസ്റ്റും കോൺട്രിബ്യൂഷനും മാത്രം റിക്കവർ ചെയ്യാൻ നോക്കണം. ആ സാഹചര്യത്തിൽ സെല്ലിംഗ് പ്രൈസ് എങ്ങനെ ഫിക്സ് ചെയ്യണം? സെല്ലിംഗ് പ്രൈസ് ഈക്വൽസ്, മറന്നുപോയേ ചെയ്യൽ, സെല്ലിംഗ് പ്രൈസ് ഈക്വൽസ് വേരിയബിൾ കോസ്റ്റ് പ്ലസ് കോൺട്രിബ്യൂഷൻ. അപ്പോൾ ഈ പോയിന്റ് നല്ലപോലെ പഠിച്ചു വെച്ചേക്കണം. പ്രൈസിങ് ഡിസിഷനിൽ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കും: വേരിയബിൾ കോസ്റ്റ് പ്ലസ് കോൺട്രിബ്യൂഷൻ. അല്ലാത്ത സാഹചര്യങ്ങളിൽ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ് നോർമൽ കണ്ടീഷനിൽ. ഇപ്പോൾ പ്രൈസിങ് ഡിസിഷൻ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് മേക്ക് ഓർ ബൈ ഡിസിഷൻ